മഹാഭാരത യുദ്ധത്തിന്റെ ആദ്യ ദിവസം ശ്രീകൃഷ്ണൻ തന്റെ പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കി യുദ്ധം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ അർജുനൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് വിറയലോടെ പറഞ്ഞു, മാധവ, എന്റെ രഥം 2 സൈന്യങ്ങളുടെയും നടുവിൽ നിർത്തുക. ഞാൻ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് എനിക്ക് കാണണം. ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ രഥം യുദ്ധക്കളത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോയി. ആ നിമിഷം ഒരു അസാധാരണമായ നിശബ്ദത അവിടെ നിറഞ്ഞു. സമയം നിലച്ചതുപോലെ എല്ലാ യോദ്ധാക്കളും ശ്വാസമടക്കി നിൽക്കുന്ന പ്രതിമകളെ പോലെ നിശ്ചലരായി. തന്റെ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും പ്രിയപ്പെട്ടവരും ശത്രുക്കളായി നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുനന്റെ ഹൃദയം തകർന്നു. ഭയവും ദുഃഖവും അദ്ദേഹത്തിന്റെ കണ്ണുകളെ നിറച്ചു. കണ്ണീരോടെ അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറഞ്ഞു, മാധവ, എന്റെ സ്വന്തം കുടുംബത്തെ എങ്ങനെ എനിക്ക് വധിക്കാൻ കഴിയും? ഇത്രയധികം ജീവൻ ബലി നൽകിയാണോ ധർമ്മം സ്ഥാപിക്കേണ്ടത്? ധർമ്മത്തിനു വേണ്ടി ഇത്രയധികം രക്തം ചൊരിയേണ്ടതുണ്ടോ? ഇതു കേട്ട് ശ്രീകൃഷ്ണൻ രഥത്തിൽ നിന്നിറങ്ങി കൗരവരുടെ എണ്ണമറ്റ അനീതികളെയും ചതികളെയും അർജുനനെ ഓർമ്മിപ്പിച്ചു. ദ്രൗപദിയെ അപമാനിച്ചതും വാഗ്ദാനങ്ങൾ ലംഘിച്ചതും അവരുടെ അടങ്ങാനാവാത്ത അത്യാഗ്രഹവും ഈ ഓർമ്മകളിൽ ഉണ്ടായിരുന്നു. അർജുനന്റെ മനസ്സിൽ സഹതാപം നിറഞ്ഞു. അദ്ദേഹത്തിന്റെ കൈകൾ നിരാശയോടെ വിറക്കുകയും തന്റെ വില്ലായ ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതി വീഴുകയും ചെയ്തു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഒടുവിൽ ഈ ആശയക്കുഴപ്പം താങ്ങാനാവാതെ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, മാധവ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. എനിക്ക് വഴി കാട്ടി തരുക. ഞാൻ വഴി തെറ്റിപ്പോയിരിക്കുന്നു. ആ നിർണായക നിമിഷത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തെക്കുറിച്ചും കർത്തവ്യത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമുള്ള ശാശ്വത ജ്ഞാനം വെളിപ്പെടുത്തിയത്. അതാണ് നമ്മൾ ഇന്ന് ഭഗവത്ഗീത എന്നറിയുന്ന ദിവ്യ പ്രഭാഷണം. അർജുനന്റെ ആത്മാവിനെ ഉണർത്താൻ ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം അനാവരണം ചെയ്തു. എണ്ണമറ്റ മുഖങ്ങളും ആയുധങ്ങളും ലോകങ്ങളും തന്റെ ഉള്ളിൽ വഹിക്കുന്ന ആ ദിവ്യരൂപം കണ്ടപ്പോൾ അർജുനന്റെ ഹൃദയം എല്ലാ വ്യാമോഹങ്ങളിൽ നിന്നും മുക്തമാവുകയും അദ്ദേഹത്തിന്റെ ജീവിതം എന്നേക്കുമായി അനുഗ്രഹീതമാവുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.